ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ എന്തോ എനിക്കും കാണാനും അത്ര വലിയ ഒരു ഭയങ്കര ഞങ്ങളല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നവരാ. പക്ഷെ ഇന്ന് കണ്ണൻകുട്ടിയുടെ മൂഡ് അത്രയ്ക്ക് നല്ലതല്ല. രാവിലെ എണീറ്റ് വന്നപ്പോൾ മുതൽക്കേ ആൾക്ക് ചെറിയ മൂക്കിൻ്റെ ഒരു വലിവൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, അത് അഡ്നോയിഡിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിവ് ഒത്തിരി കൂടുതൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പ്രേ അടിച്ച് കൊടുക്കും, ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കും, ആവി പിടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് പനിക്കല്ല, നമുക്ക് നോക്കുമ്പോൾ തെർമോമീറ്ററിലൊക്കെ നോക്കുമ്പോൾ പനിയൊന്നുമില്ല. പക്ഷെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഒരു ദേഹത്തൊരു ചൂട് പോലെ തോന്നും. അത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്ന സമയത്താണ്. നല്ല വേനലിലാണ് അങ്ങനെ ഉണ്ടാവാറ്. ഞാൻ കൂടുതലും ചേലൂർ പോകുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ കണ്ണനിൽ കൂടുതൽ അനുഭവപ്പെടാറുള്ളത്. അപ്പം ഞാൻ നല്ലപോലെ തുണിയൊക്കെ നനച്ച് മേലൊക്കെ തുടച്ച് ബോഡി ഒന്ന് കൂളാക്കാനായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നത്തെ ദിവസം കാണുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ചൂട് കുറവാണ്. തുമ്പൂർ ചൂട് ഇത്തിരി കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചേലൂരത്തേക്ക് അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തോ അങ്ങനെ ദേഹത്തൊക്കെ നല്ല ചൂട്, തെർമോമീറ്ററിൽ നോക്കുമ്പോൾ പനിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ബോഡിയുടെ ഒരു ചൂട് നല്ല രീതിയിൽ നിൽക്കുന്നത് ഈ പുറത്തെ ചൂടിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഞാൻ കണ്ണന് നല്ല രീതിയിൽ വെള്ളം കൊടുക്കുമായിരുന്നു. വെള്ളം കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ. ചൂടുവെള്ളമാണെങ്കിലും സാധാരണ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മധുരം ഒക്കെയുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെയെങ്കിലും വെള്ളം ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇന്നിപ്പോൾ കുറച്ച് നേരമൊക്കെ ഭയങ്കര എന്താ പറയുക മഴക്കാര് പോലെയൊക്കെ ഉണ്ടായിരുന്നു, വെയിലില്ല ഫ്രണ്ടിൽ. അപ്പോൾ കുറച്ച് നേരം ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തി അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുകളും വണ്ടികളും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്നാലും എന്തോ ആളെങ്ങനെ ചിരിയും കളിയൊക്കെ ഇത്തിരി കുറവ്, ഒരു ഉറക്കം വരുന്നത് പോലെ. ഇന്നലെ ഇത്തിരി ഉറക്കത്തിന് ആൾക്ക് ഇത്തിരി കുറവുണ്ടായിരുന്നു, ഒരു വലിവ് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റേതായിട്ടുള്ളത്. പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മൂടുമില്ല. കാരണം ഹാപ്പിയാണ് അവൻ ചിരിച്ച് കളിച്ച് ടി വി ഒക്കെ കണ്ട് കിടക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമുക്ക് തോന്നും. ഇതിപ്പോൾ അവനിങ്ങനെ ഒരു സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ആകെ ഇങ്ങനെ ഡിമ്മായി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ ചെയ്യാനുണ്ടായിരുന്നത് കണ്ണനെ മടിയിൽ വെച്ചും കൊണ്ട് തന്നെ ഞാനപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കണ്ണന് എന്തെങ്കിലും ഒരു ചെറിയൊരു വയ്യായൊക്കെ വന്ന കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അധികം കുഞ്ഞൊന്നല്ല, ഒരു 3-4 വയസ്സൊക്കെയുള്ള സമയത്താണെങ്കിലും നിലത്ത് കെടുത്താൻ എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ വേഗം എങ്ങനെയെങ്കിലും അടുക്കളയിൽ കൊണ്ടുവന്നിരുത്തിയിട്ടൊക്കെ എടുത്തിട്ട് വേഗം അടുക്കളയിലത്തെ പണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവൻ ഉറങ്ങും ചെയ്യും. ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ വയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉറങ്ങും ചെയ്യും. അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോഴും ഓർമ്മ വരാം. അപ്പോൾ ഞാൻ ആലോചിക്കുക, അന്ന് ഞാൻ എങ്ങനെയാണോ എൻ്റെ കണ്ണനെ നോക്കിയത് അതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും എൻ്റെ കണ്ണനെ ഞാനിങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. പക്ഷെ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നോക്കാനല്ല എനിക്കിഷ്ടം. അവൻ ഓരോരോ കുഞ്ഞു കാര്യങ്ങളായിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ചേഞ്ചസ് വരുന്നതിനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ മടിയിലുണ്ട്. അപ്പോൾ അവനതൊക്കെ ഇഷ്ടം. അവനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വാവാട്ടി കൊടുക്കുമ്പോൾ ഉറങ്ങിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്നും അവൻ ഉറങ്ങൂല്ലേ. നമ്മളെടുത്ത് കിടന്ന് ഞാനും കൊണ്ട് കണ്ണടച്ചു, ഞാനും കൂടെ ഉറങ്ങി ഒക്കെ അങ്ങനെ കാണുമ്പോഴേ അവൻ ഉറങ്ങുള്ളൂ. അല്ലാതെ ചിലരൊക്കെ ഇങ്ങനെ അവൻ നല്ല ഉറക്കമൊക്കെ വന്നിരിക്കുന്നത് കാണുമ്പോൾ എന്നോട് പറയും കണ്ണനെ ഉറക്കുക എന്ന് പറയും. പക്ഷെ കണ്ണനെ ഉറക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. അവന് തന്നെ തോന്നണം ഉറങ്ങണമെന്ന്. വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. അവന് തന്നെ ഉറങ്ങണമെന്ന് തോന്നി അവൻ അതിന് മനസ്സ് വെച്ചാൽ മാത്രമേ അവൻ ഉറങ്ങുള്ളൂ. നമ്മൾ എത്രയൊക്കെ വാവാട്ടിയാലും മുറയ്ക്കാലും പാട്ടുപാടിയാലും ഒന്നും അവൻ ഉറങ്ങില്ല. അതൊക്കെ അവന് തന്നെ തോന്നണം. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ചൂടുണ്ട് കേട്ടോ, നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇന്നൊക്കെ ഇവിടെയെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മഴക്കാർ പോലെയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചൂട് കൂടുതലാണ്. പക്ഷെ അകത്തേക്ക് അങ്ങനെ വലിയ ചൂടൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ പോയിരിക്കുമ്പോഴും മുറ്റത്തൊക്കെയാണ് ചൂടൊക്കെ കൂടുതലുള്ളത്. അകത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വലിയ സന്തോഷ വാർത്ത പറയണം, ആ ഒരു വീഡിയോ ഇടണം എന്നൊക്കെയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ എന്തോ കണ്ണൻ ഇങ്ങനെ മൂടില്ലാതിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ചിലപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കണ്ണൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. ശരിക്കും നമ്മളൊക്കെ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ നമ്മുടെ മേത്തൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശമായിരിക്കും ഉണ്ടാവുക, വയറപ്പിൻ്റെയൊക്കെ. പക്ഷെ കണ്ണൻ എന്ന് പറഞ്ഞാൽ വയർക്കും. അവൻ തീരെ വയർക്കുന്നില്ല എന്നല്ല, ഈവനിങ് ടൈമിലൊക്കെയാണ് അവൻ വയർക്കുക. ഞാനപ്പോൾ അധികം ഫാനൊന്നും ഇട്ട് കൊടുക്കില്ല, ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവൻ വയർക്കും. ആ നേരത്തെ കുറുക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ സമയത്ത് വയർക്കും. പക്ഷെ പകലൊന്നും അവൻ തീരെ വയർക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ബോഡിയിൽ വരുന്ന ആ ഒരു ടെമ്പറേച്ചർ പനിയല്ല കേട്ടോ, അത് ഞാൻ എടുത്ത്
പറയുകയാണ് പനിയല്ല, തെർമോമീറ്ററിലൊന്നും നോക്കുമ്പോൾ പനിയൊന്നും കാണിക്കുന്നില്ല, പക്ഷെ മൊത്തത്തിലൊരു ചൂട് പോലെയൊക്കെ. അപ്പോൾ ഇങ്ങനെ മുഖമൊന്നും ഒരു സുഖമില്ലാതെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ ചോറുണ്ടല്ലോ, ചോറിൻ്റെ അപ്പം തന്നെ കിടത്താൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മേല് മുഴുവനായിട്ടൊന്ന് നനച്ചൊക്കെ തുടച്ച് കഴിയുമ്പോൾ ആ ചൂടൊക്കെ ഒന്ന് കുറയും. പിന്നെ ആ വലിവിൻ്റെ സൗണ്ട് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കണ്ണനെ കാണുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഒരു വിഷമം പോലെയൊക്കെയാണ്, കാരണം അവനൊരു ഉഷാറില്ലാണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആ സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ മൂക്കിൽ ആ സ്പ്രേ അടിച്ചു കൊടുക്കാം. സ്പ്രേ നമുക്ക് എത്രയൊക്കെ യൂസ് ചെയ്താലും നമുക്കത് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കില്ല. പക്ഷേ ഡ്രോപ്സൊക്കെ ഇപ്പോൾ സലൈനയുടെ ഡ്രോപ്സ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വേറെ മൂക്കിലൊഴിക്കുന്ന ഡ്രോപ്സുകളൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. അത് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അതിൽ കൂടുതലൊന്നും ഡ്രോപ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതെൻ്റെ അറിവല്ല കേട്ടോ, നമ്മൾ ENT കാണിക്കുന്നത് അസ്റ്ററിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞതാട്ടോ, ഡോക്ടർ പ്രവീൺ എന്നാണ് കേട്ടോ പേര്, ENT സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെയാണ് നമ്മളവന് സ്പ്രേ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് സ്പ്രേ യൂസ് ചെയ്യുന്നത് അഡ്നോയിഡിൻ്റെ ഉള്ളത് കാരണമാണ് കേട്ടോ. അതിപ്പോൾ സർജറി ചെയ്യലും കാര്യങ്ങളും ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ കണ്ട പിന്നെ ഞാൻ TV ഒക്കെ വെച്ചിരുന്നപ്പോൾ ആൾ കുറച്ചൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോറുണ്ട് അപ്പം തന്നെ ഉറക്കാൻ കൊണ്ടുപോകണ്ട, ഒന്ന് ദഹിക്കട്ടെ എന്ന് വിചാരിച്ച് എനിക്കിങ്ങനെ പണികളിങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. പക്ഷേ കണ്ണൻ ഓക്കെ അല്ല എന്ന് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ കണ്ണൻ കുറച്ച് നേരം TV കാണട്ടെ എന്ന് വെച്ചിങ്ങനെ എനിക്ക് കിടത്താനും തോന്നുന്നില്ല. അവന് വയ്യായെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വയ്യായില്ല, പക്ഷെ ആൾക്കൊരു ഉഷാറ് കുറവ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ അവനെ മടിയിൽ വെച്ചിരുന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. പിന്നെ കല്യാണിക്കുട്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ കല്യാണിക്കുട്ടിയുടെ കളിയും ചിരിയും അവളിങ്ങനെ മുറ്റത്തിറങ്ങലും മോഡലും കളിക്കലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അതൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ്. എന്നാലും എന്തോ ഒരു ഉഷാറ് കുറവ് ഇങ്ങനെ തോന്നുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പോലും ഭയങ്കര ടെൻഷനാണെന്നേ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നൈറ്റിലാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ വലിക്കുന്ന പോലെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴും പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതുപോലെയൊക്കെ ഭയങ്കര എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ മതി കണ്ണൻ്റേതായിട്ടുള്ളത്. കല്യാണിയുടെ എനിക്ക് അങ്ങനെ അവളുടെ കുഞ്ഞു കുറുമ്പുകളെന്നല്ലാതെ അവളെ പറ്റിയിട്ട് അങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നുമില്ല. പക്ഷെ കണ്ണൻ്റേതായിട്ടുള്ളത് എന്തെങ്കിലും ഒരു കൊച്ചു കാര്യമായിട്ടൊരു ജലദോഷം വന്നാൽ അല്ലെങ്കിൽ അവനൊന്നൊരു ഉഷാറ് കുറവ് വന്നാൽ ഒക്കെ ഭയങ്കര എന്തോ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷൻ പോലെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു ന്യൂസൊക്കെ കേട്ടൊരു ദിവസമായിരുന്നു. പക്ഷേ എന്തോ ഇങ്ങനെ അവന് ഉഷാറില്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനും പറ്റുന്നില്ല. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോസ്പിറ്റലിൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറയുണ്ടായിരുന്നു, ഒരുപാട് ഹോസ്പിറ്റലുകൾ അതുപോലെ അമ്പലങ്ങളാണെങ്കിൽ കൃപാസനം ഇതിനെ പറ്റിയൊക്കെ പിന്നെയും ഓരോരുത്തർ വന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം കുറേ പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർക്കറിയുന്ന ആർക്കെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായി, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു, വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അല്ലേ. നമ്മൾക്ക് തോന്നിയിട്ട് അല്ലെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു മനസ്സംതൃപ്തിയോട് കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾക്ക് അതിലൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ നിർബന്ധത്തിനൊക്കെ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്കതിലൊരു തൃപ്തി ഉണ്ടാവില്ല അല്ലേ. നമ്മളങ്ങനെ തോന്നിയിട്ട് ഒരുപാട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുകളാണെങ്കിൽ ഞാൻ പറയാം, ആദ്യ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലായിരുന്നു നമുക്ക് ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ജൂബിലിയിൽ, അത് കഴിഞ്ഞ് അമൃതയിൽ, പിന്നെ അമൃതയിൽ തന്നെ പറഞ്ഞിട്ട് അമൃതയിൽ വെച്ച് തന്നെ നമ്മൾ തെറാപ്പികൾ ചെയ്തിരുന്നു. പീഡിയാട്രിക് ന്യൂറോളജീനെ ഒക്കെ കാണിച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഓക്സിജൻ തെറാപ്പി ചെയ്തിരുന്നു. പിന്നെ നേരെ നമ്മൾ നിംഹാൻസിൽ പോയി അവിടെ വെച്ചിട്ട് ഒരു 2-3 മാസം അവിടെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് പോക്കും വരവൊക്കെ നിന്നു. പിന്നെ അവർക്ക് ആകെ ഒരു ടാബ്ലറ്റ് മാത്രം മാറ്റാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് റീഹാബിലിറ്റേഷനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിസിയോതെറാപ്പി, പിന്നെ സ്പ്ലിൻറ്റ് ഗൈഡർ, CP ചെയർ ഇതൊക്കെ യൂസ് ചെയ്യുക. അവിടെ മൊബൈലിറ്റി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അവന് യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു പോന്നു. പിന്നെ നമ്മൾ കേട്ടു ഇൻഡോ അമേരിക്ക ന്യൂറോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് വൈക്കത്ത്. നമുക്ക് തോന്നി കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷെ അവിടെ ഭയങ്കര ന്യൂറോ ആയതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ടാബ്ലറ്റുകളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു. കുറേ ന്യൂറോ ടാബ്ലറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനെ തളർത്തി കെടുത്താണ് ചെയ്യുന്നത്. നമ്മൾ ടൈറ്റ്നസ് കുറയാൻ ന്യൂറോ മെഡിസിൻസ് കൊടുക്കും. ഈ ന്യൂറോൻ്റെ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉറക്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ബലം പിടിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഈ ന്യൂറോൻ്റെ മെഡിസിൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ടാബ്ലറ്റ് കൊടുത്ത് അവനെ തളർത്തി കിടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അത് നിർത്തി. പിന്നെ
മണ്ണാർക്കാട് കൊണ്ടുവരുന്നു. അവിടെ നമ്മളൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പിന്നെ വൈദ്യമഠത്തിൽ കൊണ്ടുവരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോഴും ആയുർവേദം, ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകും. നമുക്ക് തൃപ്തി തോന്നുകയാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് നിർത്തും. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യം പോകുന്നത്. അപ്പോൾ കണ്ണൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. അവൻ്റെ ബ്രെയിനിൽ വന്നിരിക്കുന്ന ചെറിയൊരു ഇൻഫെക്ഷനാണ്. അത് ബ്രെയിനിൽ ചെറിയൊരു സ്ക്രാച്ച് പോലെ അവിടെ കിടക്കുകയാണ്. ബ്രെയിനിലൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അതാണ് അവൻ്റെ പ്രശ്നം. അപ്പോൾ അതിന് നമുക്ക് ഇന്നൊരു മരുന്ന് കൊടുത്താൽ അത് മാറും, അങ്ങനൊരു സംഭവം ഇല്ല. നമ്മൾ പുറമേ അവന് തെറാപ്പികളും ട്രെയിനിങ്ങുകളും കൊടുത്ത് അവനെന്തെങ്കിലുമൊക്കെ ചേഞ്ചസുകൾ ഉണ്ടാക്കുക എന്നല്ലാണ്ട് ബ്രെയിനിൽ വന്നിരിക്കുന്ന ആ ഒരു ഡാമേജ് നമുക്ക് ഒരു കാലത്തും മാറ്റിയെടുക്കാൻ അതിനൊരു മരുന്നില്ല. നമുക്ക് പുറമേ ഇങ്ങനെ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട് മസിൽസ് ഒന്നും ടൈറ്റ് ആവാതെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ബ്രെയിനിൻ്റെ വളർച്ചയുടെ സമയത്ത് അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നു, ഒരു സ്ക്രാച്ച് പോലെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ MRI എടുത്ത് നോക്കുമ്പോൾ ചെറിയ സ്ക്രാച്ച്, ആ സ്ക്രാച്ചിന് ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെയാണ് അവനിവിടെ കാണിക്കുന്ന ചെറിയ ഡെവലപ്മെൻറ്റുകൾ. ഇപ്പം മെൻ്റൽ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അവൻ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നതിൻ്റെയാണ് നമുക്ക് MRI ആ ഒരു സ്ക്രാച്ചിൻ്റെ അളവ് കുറഞ്ഞ് കാണുന്നത്. അപ്പോൾ അതിനിപ്പോൾ പ്രത്യേകിച്ച് വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ തെറാപ്പികൾ കൊടുക്കാം, മസിൽസ് ടൈറ്റ് ആവാതിരിക്കാനായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തൊക്കെ തന്നെയാണ് കണ്ണൻ്റെ കാര്യത്തിലുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി ആണെങ്കിലും തെറാപ്പികളാണെങ്കിലും പിന്നെ ഈ ഉഴിച്ചിലാണെങ്കിലും ആയുർവേദമാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞാനിപ്പോഴും എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മാക്സിമം എത്തി 10-11 വർഷത്തോളമായിട്ട് നമ്മളിങ്ങനെ ഓരോരോ ട്രീറ്റ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. അവരൊക്കെ പറയുന്നത് കേട്ട് അവിടെ ഇവിടെയൊക്കെ പോയി അവനെയും ബുദ്ധിമുട്ടിപ്പിക്കുക അതിനോട് അത് ശരിയല്ലെന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഓരോരുത്തർ തോന്നും നമുക്കൊരു ചാൻസ് എടുക്കാമല്ലോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ നമുക്ക് തൃപ്തി ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇതിന് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് തൃപ്തി തോന്നുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്താണെങ്കിലും ഞാനത് ഇനിയും ചെയ്യുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കണ്ണന് ഉഷാറില്ല, അതാണ് മെയിനായിട്ടെന്ന് പറയാൻ ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം അല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ.